കൊച്ചിയിൽ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ലംഘിച്ച യുവാക്കൾ കൊച്ചിയിലല്ല കോട്ടയത്താണ്. കോട്ടയം പാലായിൽ ഗതാഗത നിയന്ത്രണമുള്ള റോഡിലൂടെ 3 യുവാക്കൾ ബൈക്ക് ഓടിച്ചു പോയി. പോലീസ് തടയാൻ ശ്രമിച്ചിട്ടും വാഹനം നിർത്തി. ശ്യാം പ്രസാദ് ഉത്തമനാണുള്ളത്. ശ്യാം, പോലീസ് തടയാൻ നോക്കിയിട്ടും അതിനെ വില കൽപ്പിക്കാതെ ബൈക്കുമായി ചീറിപ്പായുന്നതാണ് കാണുന്നത്. ഇവരെ പിന്തുടർന്ന് പിടിച്ചോ? അഭിലാഷ്, എന്തായാലും നിലവിൽ 3 പേരടങ്ങുന്ന സംഘമാണ്. ഒരു പൾസർ ബൈക്കാണ്. ബൈക്കിൻ്റെ നമ്പർ അടക്കം ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. KL 06J 6920. പാലാ CIനെ വിളിച്ച് തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതായത് ഈ ബൈക്ക് നിരീക്ഷണത്തിലാണ്, ഉടൻ തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പെറ്റി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് മാത്രമേ കടക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, പാലായിൽ ഇന്നലെ സെൻറ് തോമസ് കോളേജിൽ രാഷ്ട്രപതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ റോഡിൽ പൂർണ്ണമായിട്ടും ഗതാഗത നിയന്ത്രണമായിരുന്നു. ആ സമയത്താണ് ഈ ബൈക്ക് അവിചാരിതമായി ഇങ്ങനെ വരികയും തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചുവെങ്കിലും നിർത്താതെ പോവുകയുമായിരുന്നു. പോലീസ് തടയാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ പോലീസിനെ വെട്ടിച്ചവർ കടന്നു കളയുകയായിരുന്നു. എന്തായാലും പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുക. നിലവിൽ ഇപ്പോഴും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഈ കോട്ടയം നഗരത്തിലെ ഗതാഗത നിയന്ത്രണം അവസാനിക്കുകയുള്ളൂ. ഇന്ന് കൊച്ചിയിലാണ് രാഷ്ട്രപതിയുടെ പരിപാടി. അല്പസമയം കൂടി കഴിയുമ്പോൾ കുമരകത്ത് നിന്ന് കോട്ടയം പോലീസ് ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മുഖേനയാണ് രാഷ്ട്രപതി കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്യുക. കൊച്ചിയിലും ഗതാഗത നിയന്ത്രണമുണ്ട്. ഇത് ഇന്നലെ പാലായിലെ ഗതാഗത നിയന്ത്രണം ലംഘിച്ച് യുവാക്കൾ നടത്തുന്ന സാഹസമാണ്. ബൈക്കിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പെറ്റി കേസ് എടുക്കുകയാണ് ചെയ്യുക എന്നാണ് അറിയിച്ചിട്ടുള്ളതെന്ന് ശ്യാം റിപ്പോർട്ട് ചെയ്തു.